രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. കംഫർട്ടിനകത്തേക്ക് പുതച്ചു മൂടി കിടക്കുന്നവൻ പിന്നെയും പിന്നെയും ചുരുണ്ടുകൂടുമ്പോഴും അതിനൊപ്പം അവന്റെ കവിൾത്തടത്തിനിടയിൽ വയ്ക്കാൻ എന്ന പോലെ അവളുടെ കൈയും അതിലേക്ക് വലിച്ചെടുത്തുകൊണ്ടിരുന്നു. ആദ്യം അവൻ പിടിച്ചപ്പോൾ കട്ടിലിന്റെ അടുത്തിരുന്നവൾ പിടുത്തത്തിന്റെ മുറുക്കം കൂടുന്തോറും അവനിലേക്ക് പിന്നെയും പിന്നെയും അടുത്തു. കുരുത്തു തുടങ്ങിയ മീശരോമങ്ങൾ അവളുടെ കൈവെള്ളയിലേക്ക് കുത്തിക്കയറി ചെറുതല്ലാത്തൊരു നൊമ്പരം ഇതിനിടയിലും അവൾക്ക് നൽകുന്നുണ്ടായിരുന്നു. നല്ലോണം മയക്കത്തിൽപ്പെട്ടവൻ അതേ മയക്കത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നു എന്നറിയാമായിരുന്നെങ്കിലും അവന്റെ പിടുത്തം നൽകുന്ന വേദനയിൽ കൈ ഓരോ തവണയും അവൾ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോഴും അതിനെയൊക്കെ നാമാവശേഷമാക്കി അവന്റെ പിടുത്തത്തിന്റെ ആക്കം കൂടിയതല്ലാതെ അല്പം പോലും കുറഞ്ഞില്ല. അവസാനം അവനോട് മത്സരിച്ച് തോറ്റെന്ന പോലെ അത്രയും തൊട്ടടുത്തായി അവൾ അവനെ തൊട്ടെന്ന പോലെ കയറിയിരുന്നു. ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയുള്ള ആ ഇരിപ്പിൽ എപ്പോഴാണ് പാവം മയങ്ങിപ്പോയത് എന്നറിഞ്ഞില്ല. ഏറെ നേരത്തെ ഇരിപ്പിനപ്പുറം കണ്ണിമ ചിമ്മി ഉറക്കം പതിയെയാണെങ്കിലും പടിയിറക്കി വിട്ടതും അവളുടെ കഴുത്തൊന്ന് നേരെ വെച്ച് നിവർന്നിരിക്കാൻ നോക്കി. അപ്പോഴാണ് തടിക്കട്ടിലിന്റെ പടിയിൽ ചാരി വെച്ച പിടലി നല്ലോണം വേദനയെടുത്ത് അവൾക്ക് ഒരു സൈഡ് അനക്കാൻ പറ്റുന്നില്ലെന്ന് പെണ്ണിന് മനസ്സിലായത്. കഴുത്തിൽ പിടുത്തമിട്ട് പതിയെ അവൾ നേരെയിരിക്കാൻ നോക്കിയെങ്കിലും അവൾക്ക് അനങ്ങാൻ പോയിട്ട് നേരെയിരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിടലി അനക്കാൻ പറ്റാത്തത് പോട്ടെ, കാലും എന്തോ മരവിച്ചിരിക്കുന്നതെന്ന ചിന്തയിലാണ് പെണ്ണ് മടിയിലേക്ക് നോക്കിയത് തന്നെ. ഭാരമുള്ള എന്തോ തന്നെ വട്ടം ചുറ്റിപ്പിടിച്ച പോലെ കാലനക്കാൻ പോലും പറ്റില്ലെന്ന് തോന്നി അവൾ നോക്കുമ്പോൾ കാണുന്നത് മടിയിലേക്ക് കയറി തന്റെ വയറിൽ വട്ടം ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവനെയാണ്. നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്നു പോകുന്ന പോലെ തോന്നി അവൾക്ക്. കൈയും കാലുമൊക്കെ വിറച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി പെണ്ണ്. കിടക്കുമ്പോൾ തന്റെ കൈ മാത്രം പിടിച്ചു കിടന്നവൻ എപ്പോഴാണ് തന്റെ മടിയിലേക്ക് കയറി കിടന്നതെന്നോ എങ്ങനെയാണ് ഇതുപോലെ വട്ടം ചുറ്റി പിടിച്ചതെന്നോ ഒന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥയെപ്പറ്റി ഓർക്കുമ്പോൾ സിദ്ധിക്ക് തന്നോട് തന്നെ ദേഷ്യം തോന്നി. അല്ലെങ്കിലും ഉറങ്ങിയാൽ ആന കുത്തിയാലും താൻ എഴുന്നേൽക്കാറില്ല. അപ്പൊ പിന്നെ ഇത് സ്വാഭാവികമാണ്. ഒപ്പം രക്ഷയില്ലാത്ത പിടലി വേദനയും. ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട് അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയാണ് തോന്നിയത്. ഇവിടെ നിന്നൊന്ന് അനങ്ങണമെങ്കിൽ പോലും അവനെ കട്ടിലേക്ക് മാറ്റിക്കെടുത്തിയേ പറ്റൂ. എങ്ങനെയെങ്കിലും അവനെ മടിയിൽ നിന്നിറക്കാതെ തനിക്ക് അവിടെ നിന്നും ചലിക്കാൻ പോലും പറ്റില്ലെന്നറിഞ്ഞവൾ പിന്നെ അതിനുള്ള ശ്രമമായി. കുറച്ചു മുന്നേ കൈ മാത്രം പിടിച്ചു വെച്ചവൻ ഇപ്പോൾ മടിയിലേക്ക് കയറി കിടക്ക കൂടി ആയപ്പോ മുന്നത്തതിന്റെ പിന്നത്തെയായി അവന്റെ പിടുത്തവും ഉറക്കവും. എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിക്കിടത്താൻ ശ്രമിച്ചിട്ടും അവൻ പിന്നെയും പിന്നെയും അവളിൽ ചുരുണ്ടു കൂടിയതല്ലാതെ അല്പം പോലും അയഞ്ഞില്ല. അവസാനം ഒരു വിധത്തിലും അവൻ ഉണരാതെ എഴുന്നേൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയതും അവൾ അവനെ മെല്ലെ തട്ടി ഉണർത്താൻ നോക്കി. ഏറെ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ അവനൊന്നുലഞ്ഞതും ധാത്രി ചാടി എഴുന്നേറ്റു. എന്തൊരു പിടുത്താ രാക്ഷസന്റെ! ഞെക്കി പൊട്ടിച്ചു കൊന്നും തോന്നു രാവണൻ. പിടലി തടവിക്കൊണ്ട് അവനെ ചീത്ത പറഞ്ഞവള് മെല്ലെ പുറത്തേക്കിറങ്ങി. അവിടുന്ന് അവൾ നേരെ പോയത് അടുക്കളയിലേക്കാണ്. അകത്തേക്ക് കയറി ആദ്യം ചെയ്തത് ദേവമ്മയുടെ വേദനയുടെ കുഴമ്പ് കഴുത്തിലൊക്കെ തടവുന്നതായിരുന്നു. പോരാഞ്ഞ് അടുപ്പിൽ വെട്ടിത്തിളഞ്ഞു കിടത്ത വെള്ളത്തിൽ കുറച്ചെടുത്ത് ചൂടും പിടിച്ചു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കഴുത്തൊന്ന് നേരെ നിന്നത് തന്നെ. വേദനയ്ക്കും ഏകദേശമൊക്കെ ശമനം വന്നു. അങ്ങനെ വേദന അല്പം കുറഞ്ഞപ്പോ ആണ് എന്തുണ്ടാക്കും എന്നൊരു ചിന്ത വന്നത് തന്നെ. കുറച്ചു മുന്നേ വാശി പിടിച്ച് ആളെ കൊണ്ട് കഞ്ഞി കുടിപ്പിച്ചെങ്കിലും ഇനിയിപ്പോൾ എഴുന്നേറ്റാൽ കഞ്ഞി കുടിക്കാൻ ചാൻസ് നല്ലോണം കുറവാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ചോറും പുളിശ്ശേരിയും ഒക്കെയായി ഒന്ന് രണ്ട് കൂട്ടം കറി അവൾ പെട്ടെന്നാക്കി. അങ്ങനെ ഒക്കെ ഒന്നാക്കി പുറത്തു വന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് 2 മണിക്കൂറോളം കഴിഞ്ഞെന്ന് കണ്ടതും അവൾ പാഞ്ഞു പിടിച്ച് ആ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കയറുന്നതും കാണുന്നത് ബ്ലാങ്കറ്റ് അതുപോലെ മൂടി എഴുന്നേറ്റിരിക്കുന്നവനെയാണ്. എന്താവും ഇങ്ങനെ ഇരിക്കാൻ? ഇനി വയ്യായിക മാറിയിട്ടുണ്ടാവില്ലേ? ആ ഒരു ആശങ്കയോടാണ് അവൾ അടുത്തേക്ക് ചെന്നത്. എന്തേപ്പോ വയ്യായിക മാറിയില്ലേ? ചോദിച്ചുകൊണ്ട് തന്നെ കട്ടിലിന്റെ ഒത്ത നടുക്കിരിക്കുന്നവനെ അതിലേക്ക് ചാരി കൈ എത്തിച്ചിടത്തേക്ക് ചെന്ന് നെറുകയിലും കവിളിലും ഒക്കെ കൈവച്ച് തൊട്ടു നോക്കിയവള്. അവളുടെ കൈ തട്ടി മാറ്റും പോലെ അവൻ കണ്ണടച്ചുകൊണ്ട് തന്നെ തോളൊക്കെ വെട്ടിച്ചു മാറ്റി. ഇത്തിരി ഭേദായെന്ന് തോന്നുന്നു.
അതിന്റെ അഹങ്കാരം ഇപ്പൊ നല്ലോണം കാണാനുണ്ട്. അവന്റെ ശരീരത്തിൽ നിന്നും കൈമാറ്റി പെണ്ണ് നിവർന്നു നിന്നു. ഉച്ചക്കത്തെ കഴിക്കാൻ നേരായിട്ടുണ്ട്. മരുന്നുണ്ട്, എടുത്തിട്ട് വരട്ടെ? അനുവാദം പോലെ ചോദിക്കലും പിന്തിരിഞ്ഞുള്ള നടത്തവും ഒരുപോലെ കഴിഞ്ഞു. എനിക്ക് കഞ്ഞി വേണ്ട. അത്രയും നേരം കണ്ണടച്ചിരുന്നവൻ കണ്ണു തുറന്നുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, ലൈറ്റായി എന്തെങ്കിലും കഴിക്കാനാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് കഞ്ഞിയാ നല്ലത്. ഒരു പക്ഷേ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ അതാണല്ലോ നല്ലതെന്ന് കരുതി പെണ്ണ് മുൻകൂറായി പറഞ്ഞു. കഞ്ഞിയാ നല്ലതെങ്കിൽ നീ കൊണ്ടുപോയി നിന്റെ അച്ഛന് കൊടുക്ക്, അല്ലെങ്കിൽ നിന്റെ ആ ഡോക്ടർക്ക്, അല്ലാതെ എനിക്കായി എഴുന്നള്ളിച്ചുകൊണ്ട് വരേണ്ട. ചുറ്റിയിരുന്ന കംഫർട്ട് അതുപോലെ കട്ടിലേക്ക് ഇട്ടുകൊണ്ട് അത്രയും വയ്യാഴികയിലും അവന്റെ ശബ്ദം നല്ലോണം ഉയർന്നു. ഇങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാനുള്ള ആരോഗ്യമൊന്നും തൽക്കാലം ഈ 6 അടി നീണ്ട ശരീരത്തിലില്ല. അതുകൊണ്ട് അഹങ്കാരം ഒരിത്തിരി കുറയ്ക്കാൻ നോക്ക്. അച്ഛനെ വിളിച്ചതിന്റെ ദേഷ്യത്തിൽ അവളും ഒട്ടും പിറകിലേക്ക് പോയില്ല. നിന്റെ അഹങ്കാരം അളക്കാറായോ നീ? ഒരു നിമിഷം വേണ്ടി വന്നില്ല അവന് കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങാനും അവളുടെ കൈത്തുടയിൽ പിടുത്തമിട്ട് സ്വന്തം ശരീരത്തിലേക്ക് അമർത്താനും. വിട് രാക്ഷസ, നിന്റെ കൈ! അവന്റെ പിടുത്തം അവളെ അത്രയും നോവിച്ചു. എന്തായാലും എന്റെ അഹങ്കാരം കാണാൻ നീ ആഗ്രഹിച്ചു. അപ്പോ അതിനെ വൃത്തിയായിട്ട് അറിഞ്ഞിട്ട് നീ പോയാൽ മതി. ഓരോ വാക്കും തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൻ അവന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു. വേദനിക്കുന്നേട്ടാ. പിടുത്തത്തിലെ മുറുക്കവും അവളിലേക്ക് താഴ്ന്നു വരുന്ന മുഖവും അവളെ ഒരുപോലെ ഭയപ്പെടുത്തി. വേദനിക്കട്ടെ, നിന്റെ അഹങ്കാരം തീർത്തിട്ടേ ഉള്ളൂ ഇന്നിനി. അവന്റെ മീശ കുരുത്തു തുടങ്ങിയ മുഖം അവളുടെ കവിളിനെയും താടിച്ചെവിയിലേക്ക് എത്തും വിധം ചേർന്നതും സൂചി കുത്തി കയറും പോലെ അവന്റെ താടിരോമങ്ങൾ അവളുടെ കവിളിനെ ചുമപ്പിച്ചു. വാശിപ്പുറത്ത് അവളെ ഒന്ന് പേടിപ്പിക്കണം എന്ന് മാത്രമേ ആ നിമിഷം വരെ കരുതിയിരുന്നുള്ളൂ. പക്ഷെ പെണ്ണിങ്ങനെ പമ്മി പതുങ്ങി തന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ അറിയാതെയാണെങ്കിലും അവളെ പൊതിഞ്ഞു പിടിക്കണം എന്ന പോലെ തോന്നുന്നു. അങ്ങനെയൊരു ചിന്ത മനസ്സിലേക്ക് വന്നു തോന്നിയതും വംശി അവളിൽ നിന്നും കൈ അയച്ചു മാറ്റി പിന്നിലേക്ക് മാറി. ഇതുവരെ അവളിൽ രൂപം കൊണ്ട നീർത്തുള്ളികൾ അവന്റെ ചെന്നിയിലൂടെ മെല്ലെ ഒഴുകിയിറങ്ങി. അതേ നേരം തന്നെ ആകെ വരിഞ്ഞു മുറുക്കി വേദനിപ്പിക്കുന്നതിന്റെ സാമീപ്യം അകന്ന ആശ്വാസത്തിലായിരുന്നു സിദ്ധിയും. അതുവരെ കണ്ണും പൂട്ടി അവനെ നോക്കാൻ ധൈര്യമില്ലാതെ ഇരുന്നവൾ അവൻ മാറിയെന്ന് കണ്ടതും രൂക്ഷമായി അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടതും ഇത്തിരി മുന്നേ പതറിയ മനസ്സുമായി നിന്നവന്റെ അഹങ്കാരം പൂർവാധികം ശക്തിയോടെയാണ് അവനിലേക്ക് തിരിച്ചെത്തിയത്. എന്താടി നത്തുകണി നീ നോക്കി പേടിപ്പിക്കുന്നത്? നത്തുകണ്ണി ഇയാളുടെ കെട്ടിയോൾ. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ എടുത്തടി മറുപടി പറയുന്നതിനൊപ്പം കയ്യിൽ പിടുത്തമിട്ട വേദനയിൽ അവൾ ബാക്കി തെറി മുഴുവനും മനസ്സിലാണ് പറഞ്ഞത്. എന്തായാലും നീ എന്റെ കെട്ടിയോളായി വരാൻ ഒരു സാധ്യതയുമില്ല. എന്തോ അവളുടെ ആ മറുപടി അവനെ ചൊടിപ്പിക്കുന്നതിന് പകരം ചിരിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ ലോകത്തെ സകല ആണുങ്ങളും മരിച്ചുപോയാൽ പോലും ഞാനുണ്ടല്ലോ ഇയാളെ കല്യാണം കഴിക്കുന്നില്ല. രാക്ഷസൻ, രാവണൻ. അതേടി, രാക്ഷസനും രാവണനും ഒക്കെയാ ഞാൻ. അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്ന് താളം ചവിട്ടി എന്റെ ദേഷ്യം കൂട്ടാനാണ് പൊന്നുമോൾ നിൽക്കുന്നതെങ്കിൽ ചുമരിൽ നിന്ന് വടിച്ചെടുക്കേണ്ടി വരും നിന്റെ ദേവമ്മയ്ക്കും പാർത്ഥേട്ടനും നിന്നെ. ഓ പിന്നെ പിന്നെ, ഇങ്ങി വാ എന്നെ തൊടാൻ വേണ്ടിട്ട്. എന്റെ പാർത്ഥേട്ടൻ ഇയാളെ ഉണ്ടല്ലോ. അത്രയും പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അവളെ അവൻ ചുവരിലേക്ക് അമർത്തി വെച്ചിരുന്നു. അവന്റെ കൈദൂരത്തു നിന്നും നല്ലോണം മാറി നിന്ന് സംസാരിച്ച താൻ എങ്ങനെയാ കണ്ണിമ ചിമ്മുന്ന നേരത്തിനുള്ളിൽ പിന്നെയും അവന്റെ കൈക്കുള്ളിൽ പെട്ടതെന്ന് മനസ്സിലാവാതെ അവളുടെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളിപ്പോയി. എന്താടി അന്തം വിട്ട് നോക്കുന്നത്? പറയാൻ വന്നത് മൊത്തത്തിൽ പറയടി. പല്ല് കടിച്ചു പിടിച്ച് അവന്റെ നിശ്വാസം മുഖത്ത് തട്ടും വിധം അടുത്തു നിന്നുകൊണ്ട് വംശി ചോദിച്ചതും പെണ്ണിന്റെ തൊണ്ടക്കുഴിയിൽ ഉമിനീർ കുടുങ്ങിപ്പോയി. എന്താടി ഉത്തരം മുട്ടിപ്പോയോ നിന്റെ? മുരണ്ടതുപോലെ ചോദിക്കുമ്പോൾ ഇപ്രാവശ്യം അവൻ മനഃപൂർവ്വം തന്റെ കവിൾ അവളുടെ കവിളിലും കഴുത്തിലും നല്ലോണം അമരുന്ന വിധത്തിലാണ് നിന്നത്. മാറിക്കേ, എന്നെ തൊടാൻ പാടില്ല. അവൻ തന്നെ വേദനിപ്പിക്കുന്നതിനൊപ്പം ശരീരത്തിലേക്ക് അത്രയും ചേർന്നാണ് നിൽക്കുന്നതെന്നുള്ള അറിവ് പെണ്ണ് നല്ലോണം കുതറി. തൊടാൻ പാടില്ലേ? അതെന്താ? എനിക്ക് ഇഷ്ടല്ല. ഓ അങ്ങനെയാണോ? ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവന്റെ കണ്ണുകൾ അവളുടെ മുഖം ആകെ പരതി. അതെ. തന്നിലേക്ക് അമർന്ന ശരീരം പിന്നെയും പിന്നെയും തള്ളിമാറ്റാൻ നോക്കിക്കൊണ്ട് പെണ്ണ് ചീറി. ഓ ഇത്രയും ശൗര്യം!
അവളുടെ ആ പിടച്ചിലുകളെല്ലാം ആസ്വദിക്കും പോലെ അവന്റെ ചുണ്ടിന്റെ കോണിൽ വല്ലാത്തൊരു ചിരി സ്ഥാനം പിടിച്ചു. ദേ, എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. ഇനി എന്നോട് ചേർന്നിങ്ങനെ നിന്നാലുണ്ടല്ലോ, ഇയാൾക്ക് വയ്യാന്നോ പനിയാണെന്നോ ഒക്കെ ഞാൻ മറന്നിട്ട് ഞാൻ എന്താ ചെയ്യുക എന്ന് എനിക്ക് പോലും വശം ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് മാറിക്ക് എന്റെ അടുത്ത് നിന്ന്. തന്റെ രണ്ട് കൈയും ഒരു കൈയാലെ പൂട്ടി മറുകൈ ചുവരിലേക്ക് ചേർത്ത് വെച്ച് തന്നോട് അത്രയും ചേർന്ന് നിൽക്കുന്നവനെ തള്ളി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ട് പെണ്ണ് ഭീഷണിപ്പെടുത്തും പോലെ ആ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു. ആഹാ, അത്രേ ഉശിരുണ്ടോ? എങ്കിൽ അതൊന്ന് കണ്ടിട്ടേ ഉള്ളൂ. അവളുടെ ഓരോ ചോദ്യത്തിലും പറച്ചിലും അവന് പിന്നെയും പിന്നെയും അവളിലേക്ക് അടുപ്പിച്ചതല്ലാതെ ഒരു നിമിഷം പോലും അവളിൽ നിന്ന് അടർന്നു മാറ്റിയില്ല. ഷെടാ, എന്ത് കഷ്ടായത്! ഒരു പെൺകുട്ടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു നിൽക്കാൻ നാണമാവുന്നില്ലേ വൈകുണ്ഠത്തിലെ വംശിക്ക്? ഒരു വിധത്തിലും അവൻ തന്നിൽ നിന്നും പിടിവിടുന്നില്ലെന്ന് കണ്ട് അടുത്ത അംഗവുമായി അവള് ആ കണ്ണിലേക്ക് നോക്കി. ഒട്ടും ആവുന്നില്ല, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. എന്തേ, നിക്ക് രണ്ട് കൊമ്പുണ്ടോ? അവനിൽ കിടന്ന് കുതിറിക്കൊണ്ട് പെണ്ണ് ചീറിയാണ് ചോദിച്ചത്. കൊമ്പ് മാത്രല്ലടി, തേറ്റയുണ്ട്. പിന്നെ പെൺകുട്ടികളെ ഞാൻ കൈവെക്കുന്നത്. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരു പെൺകുട്ടിയും ഞാൻ മനഃപൂർവ്വം ഉപദ്രവിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്നോട് ഈ ചെയ്യുന്നൊക്കെ എന്താ മനുഷ്യ? അവനെ കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് പെണ്ണത് ചോദിച്ചത്. അതിന് നീ പെണ്ണാണെന്ന് നിന്നോട് ആരാ ഇപ്പൊ പറഞ്ഞത്? തല ഒന്ന് വെട്ടിച്ചുകൊണ്ട് അവളെ കളിയാക്കുന്ന പോലെ ചുവരിലേക്ക് ചാരി ഒരു കൈ അയച്ചവൻ ഒപ്പം ആ കൈത്തുടിൽ ഒന്ന് അമർത്തി വിടാനും മറന്നില്ല ആ നേരം. അപ്പോൾ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാരെല്ലാം കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഭാഗം വേഗത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ വായിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതൊരു ചെറിയ പാട്ടാണ്, ഒരു പാട്ടും കൂടി വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. വൈകുന്നേരത്തേക്ക് മാക്സിമം ശ്രമിക്കാം. നന്ദി.